ക്രിസ്മസ് എന്നാൽ ചേർത്ത് നിർത്തലിന്റെ ആഘോഷമാണ്. തിരുപ്പിറവിയുടെ നിറവിലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. അതിനിടയിൽ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയെത്തി ക്രിസ്മസ് തലേന്ന്. ഏറെ ദാരുണമായ വാർത്തയായിരുന്നു അത്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വീടിന് പുറത്തിരിക്കുകയായിരുന്ന വയോധികയെ തെരുവുനായകൾ കടിച്ചുകയറി. ദേശത്ത് തെരുവുനായ ശല്യത്താൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആറാട്ടുപുഴയിലെ മാത്രം അവസ്ഥയല്ല ഇത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ ദിവസവും തെരുവുനായ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം? റിപ്പോർട്ടർ ലൈവത്തോൺ ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ജീവനെടുക്കുന്ന തെരുവുനായകൾ. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് തത്സമയം ചേരുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്ന്. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് തന്നെ തുടങ്ങാം. തെരുവുനായകളുടെ ആക്രമണത്തിൽ മരിച്ച തകഴി സ്വദേശി കാർത്യായനിയുടെ പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. ആറാട്ടുപുഴയിൽ പ്രതിഷേധം ശക്തമാണ്. അലി അക്ബർ ഷായും അൽ അമീനും നമുക്കൊപ്പം ചേരുന്നു, ആറാട്ടുപുഴയിൽ നിന്നും വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും. ആദ്യം നമുക്ക് അലി അക്ബർ ഷായിലേക്ക് പോകാം. അലി അക്ബർ ഷാ, നമ്മൾ ഈ ഒരു ലൈവത്തോളിലേക്ക് കടക്കാനിടയായ കാരണം കാർത്യായനി എന്ന പാവം അമ്മയെ ക്രിസ്മസ് തലേന്ന് തെരുവുനായകൾ കടിച്ചു കീറി കൊന്നതോടുകൂടിയാണ്. ഇനിയൊരവസ്ഥ മറ്റൊരാൾക്കുണ്ടാകാൻ പാടില്ല. ആ പ്രദേശത്തിന് ഇതിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം വേണം താനും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായോ അലി? സുജയ്, ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാർത്യായനിയമ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. രാവിലെ തന്നെ പോലീസുകാർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കാർത്യായനിയമ്മയുടെ ഈ അപകടം നടന്ന വീട്ടിലെ താമസിക്കുന്ന മകനായ പ്രകാശനും അതുപോലെ മറ്റ് കൊച്ചുമകൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും രാവിലെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വാർഡ് മെമ്പർ, ഇന്നലെ നമ്മളോട് പ്രതികരിച്ച വാർഡ് മെമ്പർ ഉൾപ്പെടെ രാവിലെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടുകൂടി പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും മൃതദേഹം തകഴിയിലുള്ള ഈ കാർത്യായനിയമ്മയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. തകഴിയിലാണ് കാർത്യായനിയുടെ സ്വന്തം വീട്. മകൻ പ്രകാശന്റെ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായി താമസിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നതും തെരുവുനായയുടെ ക്രൂരമായ ആക്രമണത്തിൽ കാർത്യായനിയമ്മ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. അതിഭീകരമായിരുന്നു കാർത്യായനിയമ്മയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം ഒരു നായ കുറച്ചു സമയം കടിച്ചതല്ല, ഒരുപാട് സമയമെടുത്ത് നായ കടിച്ച് പറിച്ച നിലയിലായിരുന്നു കാർത്യായനിയമ്മയുടെ മുഖം ഉണ്ടായിരുന്നതെന്ന് ആശുപത്രിയിൽ നിന്നും വിവരം ലഭിക്കുന്നു. മുഖത്ത് സാധാരണഗതിയിൽ മുഖത്ത് ഉള്ള അവയവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും ഭീകരമായ നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാർത്യായനിയമ്മ ഇവിടെ വീണ് തെരുവുനായയുടെ കടിയേറ്റ് കരയുമ്പോൾ ഇത് കേട്ട ആളുകൾ പരിസരത്തുണ്ടായിരുന്നെങ്കിലും അവർ ആ ഭാഗത്തേക്ക് വന്നില്ല, ശ്രദ്ധിച്ചില്ല എന്നുള്ള വെളിപ്പെടുത്തൽ നേരത്തെ ലൈവിൽ അല്ലമീനോട് നാട്ടുകാർ പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഇത്രയും ഭീകരമായ നിലയിലേക്ക് ഇവരുടെ ശരീരം, മുഖം ഈ വികൃതമാകാൻ കാരണം, മരണത്തിലേക്ക് നയിക്കാൻ കാരണം. ഒരുപാട് രക്തം വാർന്നിട്ടുണ്ട്. ഒരുപാട് സമയം ആരും കാണാതെ ഈ കാർത്യായനിയമ്മ ആ പ്രദേശത്ത് ഇത്രയും ഗുരുതരമായി പരുക്കേറ്റ് കിടന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തകഴിയിലെ വീട്ടിലേക്ക് അവരുടെ മൃതദേഹം കൊണ്ടുപോകും. വൈകിട്ട് 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ മകൻ പ്രകാശൻ ഉൾപ്പെടെ കുടുംബം നമുക്ക് നൽകുന്ന വിവരമെന്ന് പറയുന്നത്. സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതനുസരിച്ചായിരിക്കും ബാക്കി സംസ്കാര ചടങ്ങുകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടെങ്കിൽ അതെല്ലാം അറിയിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. തെരുവുനായയുടെ ആക്രമണം രൂക്ഷമായി കഴിഞ്ഞ കുറേ നാളുകളായി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് വയോധികയ്ക്ക് ദാരുണാന്ത്യമുണ്ടായ ആറാട്ടുപുഴയിൽ നിന്ന് അൽ അമീൻ തൊട്ടുമുക്ക് നമുക്കൊപ്പം എത്തുന്നു. അൽ അമീൻ, ദാരുണമായ സംഭവമാണ്. ഇനി അത് ആവർത്തിക്കാതിരിക്കണം എന്നത് പ്രദേശവാസികൾ കൂടുതൽ ശക്തിയായി ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ രംഗത്താണോ ഇപ്പോൾ? ഒരു സംശയമില്ല സുജയ. കാരണം പ്രദേശവാസികൾ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയപ്പാടോടെ അല്ലാതെ പുറത്തിറങ്ങാനാവില്ല എന്നുള്ളതാണ്. അത്രത്തോളം തെരുവുനായ ശല്യം രൂക്ഷമായ പ്രദേശമാണ്. ഈ കുട്ടികളേക്ക് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുക, രാത്രി തെരുവിളക്കുന്ന ഈ പ്രദേശത്തിൽ. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത്തരത്തിൽ ആ അർത്ഥത്തിൽ തെരുവുനായകളുടെ ആക്രമണം ഉണ്ടാവുക. ടൂറിസം കേന്ദ്രമാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ തന്നെ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ പലയിടത്തും നിക്ഷേപിക്കുന്നത് കൊണ്ട് ആ തരത്തിൽ ഒരു നായകളുടെ കേന്ദ്രീകരണം കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ റോഡും കടലും അത് കഴിഞ്ഞാൽ നേരെ തൊട്ടുപുറത്താണ് പ്രകാശന്റെ വീട്. ഈ വീട്ടിനകത്ത് വെച്ചാണ് ഇന്നലെ കാർത്യായനിയമ്മയ്ക്ക് ക്രൂരമായ ഈ നായകളുടെ മർദ്ദനം ഏൽക്കുന്നത്. ഓടിച്ചിട്ട് കടിക്കുകയോ അല്ലെങ്കിൽ പിന്തുടർന്ന് ആക്രമിക്കുകയോ ആയിരുന്നില്ല. വീട്ടിനകത്ത്, വീട്ടിന്റെ കോമ്പൗണ്ടിൽ, ഈ ചുറ്റുമതിലിനകത്ത് ഗേറ്റ് കിടന്നകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ പുറത്ത് വീട്ടിന്റെ കോമ്പൗണ്ടിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു താൽക്കാലിക കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു അല്ലെങ്കിൽ വിശ്രമിക്കുകയായിരുന്നു കാർത്യായനിയമ്മ. അവിടേക്ക് വന്ന് ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നായകളുടെ ഒരു അപകടകാരികളായ നായകളാണ് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഏതെങ്കിലും തരത്തിൽ നായകളെ പ്രകോപിപ്പിക്കുകയോ കല്ലെറിയുകയോ മറ്റോ ചെയ്ത് പ്രകോപിപ്പിക്കുമ്പോഴാണ് പിന്തുടർന്ന് ആക്രമിക്കാനാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പറയുന്ന വേലിക്കെട്ട് വീടിൻ്റെ മുൻഭാഗത്ത് മാത്രമാണ് ചുറ്റുമതിലുള്ളതെങ്കിൽ ബാക്കി ഭാഗത്തെല്ലാം ഈ വേലി കൊണ്ട് തീർത്താണ് ഈ അതിർത്തിയൊക്കെ കെട്ടിമറച്ചിരിക്കുന്നത്.
അപ്പോൾ അവിടെ നിന്ന് ആ ചാക്കുകെട്ടുകളൊക്കെ തുറന്ന് അകത്തുകൂടിയാണ് ഈ നായകൾ അകത്തേക്ക് കടന്നു വന്നതും ഈ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന കാർത്തികേയനെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത്. നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തെ കടയിൽ. അവർ പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഈ നായകളുടെ വിളിയും അതുപോലെ തന്നെ അയ്യോ അയ്യോ എന്നുള്ള കരച്ചിലുമൊക്കെ കേട്ടു എന്നുള്ളതാണ് ആ ചേച്ചി പറയുന്നത്. കാരണം അതിന് മുൻപ് തന്നെ രാവിലെ തന്നെ പ്രകാശ് ചേട്ടനും ഭാര്യയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. അതിനുശേഷം നിരന്തരം നായകളുടെ വിളി കേൾക്കുന്നു. അപ്പോൾ ഈ വീട്ടിലൊരു വളർത്തു നായുണ്ട്. സ്വാഭാവികമായും ഇത് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. സ്വാഭാവികമായും ആ നായയുടെ വിളി ആയിരിക്കുമെന്നുള്ളത് അവർ കരുതുന്നു ഈ നായകളുടെ വിളി വരുമ്പോൾ. ഇത് മാത്രമല്ല ഇടയ്ക്കൊക്കെ അയ്യോ അയ്യോ എന്നുള്ള വിളി കേൾക്കുമ്പോൾ അവരെ കടയിൽ നിന്ന് വന്നിട്ട് തൊട്ടപ്പുറത്തെ വേലിക്കെട്ടിനകത്ത് നിന്ന് എത്തി നോക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കിയാൽ പോലും അങ്ങനെ നോക്കുമ്പോൾ വീടിന്റെ വാതിൽ അടച്ചിരിക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പുറത്ത് ഈ കട്ടിലിൽ ഒരാളുള്ളതോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. കാരണം ചുറ്റും കുറേ മരങ്ങളും ചെടികളും ഒക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ച മറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ ചേച്ചി പറയുന്നത്. പ്രകാശേട്ടൻ പറയുന്നത് 4 മണിയോടുകൂടി ഇവിടെ എത്തുമ്പോഴാണ് ഈ രീതിയിൽ അമ്മയെ കാണുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ ചിത്രം കാണുമ്പോൾ ആ ആക്രമിക്കപ്പെട്ടതിന് ശേഷം കാർത്തികേയനമ്മയുടെ മുഖം അടങ്ങുന്ന ചിത്രം നമ്മൾ കണ്ടു. നമ്മുടെ കയ്യിലുണ്ട്. അത് പക്ഷേ പ്രേക്ഷകരിലേക്ക് നമുക്ക് കാണിക്കാനാവില്ല. ആ ചിത്രം കാണുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് നേരത്തെ അലി സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് നായകൾ വന്ന് ആക്രമിച്ച് പോയതല്ല. കാരണം മാന്തി പറിച്ച് പൂർണ്ണമായും മുഖം ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് നേരം ഒരുപക്ഷെ അമ്മ നായകളുടെ മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നായകളുടെ ആക്രമണത്തിന് ഇരയായിരുന്നിട്ടുണ്ടാകാം. അങ്ങനെ സമയമെടുത്ത് ഈ 3 നായകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രകാശേട്ടൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 നായകളും കൂടി ചേർന്നാണോ കാർത്തികേയനമ്മയെ മർദ്ദിച്ചത്, ആക്രമിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും വല്ലാത്ത ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. അമ്മ കൂടുതലും പകൽ സമയത്തൊക്കെ കൂടുതലും ഈ പുറത്താണ് കിടക്കുന്നത് എന്നുള്ളതാണ് പ്രകാശിട്ട് പറയുന്നത്. വീട്ടിനകത്ത് സ്ഥലമുണ്ടെങ്കിലും അമ്മയുടെ സൗകര്യത്തിന് പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങി കിടക്കാറാണ് പതിവ്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഉൾപ്പെടെ പുറത്ത് ആയിരിക്കുമെന്നുള്ളതും അമ്മ പറയുന്നുണ്ട്. ചേട്ടാ, നിങ്ങളൊക്കെ പ്രദേശവാസികളാണോ? ഇവിടുത്തെ ആളുകളാണോ? എങ്ങനെയാണ് തെരുവുനായ ശല്യമൊക്കെ എങ്ങനെ വലിയ രൂക്ഷമാണോ? രൂക്ഷമായ ശല്യം, രൂക്ഷമാണ്. ഇവിടെ നമ്മളെന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളല്ലേ, കൂടുതലും നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ പണിക്ക് പോകാൻ നേരത്ത് വരുമ്പോഴെന്താ ഭയങ്കര ആക്രമണം. ഇവിടെ ഈ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇവിടെ ഈ ആൾക്കാർ വരികയും പോവുകയും ഭക്ഷണം പട്ടികൾക്ക് കൊടുക്കുകയും അങ്ങനെ ആകുമ്പോഴേ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടെ. നമുക്ക് വെളുപ്പിനെ ഒരു കാരണവശാലും നമുക്ക് പോകാനൊക്കത്തില്ല. എന്തെങ്കിലും ടോർച്ചോ വടിയോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുമായിട്ട് പോയാൽ നമുക്ക് വലിയ വിഷയം വരത്തില്ല. ഇപ്പോഴത്തല്ലാതെ നേരത്തെ ആളുകൾ ഉപദ്രവിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അനുവസ്ഥനാണ്. ഞാൻ വള്ളത്തിൽ കയറാൻ രാത്രി 2 മണിക്ക് തൃക്കുന്നപ്പുഴക്കാർ സുദർശനം വള്ളത്തിൽ കയറാൻ പോയപ്പോഴേ 4 പട്ടി എന്നെ 4 വീട്ടിൽ ആക്രമിച്ച്. ഞാൻ പിന്നെ ഈ പൂഴി മണ്ണ് എറിഞ്ഞെറിഞ്ഞാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. മണ്ണ് വീണപ്പോഴത്തേക്കും അവർ ഓടി മാറി. അവിടെ നിന്ന് പിന്നാണ് അയൽവാസികളായ എൻ്റെ ചേട്ടൻ്റെ അപ്പുറത്ത് താമസക്കാരാണ് അവർ ഓടി വന്ന് എന്നെ രക്ഷിക്കുകയും അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി തൃക്കുന്നപ്പുഴയ്ക്ക് പോവുകയാണ് ചെയ്തത്. വള്ളത്തിൽ കയറി കുട്ടികളൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവസ്ഥ എങ്ങനെയാണ്? സ്കൂളിൽ കുട്ടികൾ വരുമ്പോൾ രക്ഷിതാക്കൾ റോഡിൽ നിന്നിട്ട് 2-3 പേര് നിന്നിട്ടാണ് പിള്ളേരെ കയറ്റി. ചെറിയ പിള്ളേരാണ്, ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ളതും 5 വയസ്സിനിടയ്ക്കുള്ള പിള്ളേരെ സ്കൂളിൽ പോകുന്ന സമയത്തും ബുദ്ധിമുട്ടാണ് വരുന്നത്. മെയിനായിട്ട് പ്രശ്നം എന്ന് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഒരുപാട് വണ്ടികൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇവിടെ പുതിയൊരു പാലം ഓപ്പൺ ആയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ആൾക്കാർ രാത്രി വരുന്നുണ്ട്. പക്ഷേ അത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, അവർക്ക് അറിഞ്ഞുകൂടാ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. പല സമയങ്ങളിലും എനിക്ക് ഫിഷിംഗ് ഫീൽഡിലായിട്ട് ബോട്ടുണ്ട്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാനും പേടിച്ചാണ് വരുന്നത്. പല സമയങ്ങളിലും വണ്ടിയുടെ പുറകെ ഓടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കടിക്കും. വണ്ടിയുടെ പുറകെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ 2-3 ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന ആൾക്ക് ഇതുമായിട്ട് യാതൊരു അറിവില്ലാതെ വരുന്ന അവർ നോക്കുമ്പോൾ ടൂറിസ്റ്റ് ഏരിയ ആണ്, റോഡൊക്കെ നല്ല രീതിയിൽ കിടപ്പുണ്ട്. ആ രീതിയിൽ അങ്ങ് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഭയങ്കരമാണ്. പട്ടിശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. പഞ്ചായത്ത് തലത്തും സർക്കാർ തലത്തിൽ നിന്നും യാതൊരു നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ഒരുപാട് ജീവൻ ഇനിയും പൊലിയാൻ സാധ്യതയുണ്ട്. സുജാതനാണ്. കാരണം നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ വന്നിറങ്ങുമ്പോൾ ആ ഭാഗത്തു കൂടി, ആ കടൽ തീരത്തോട് ചേർന്നുള്ള ഭാഗത്തു കൂടി ചേർന്ന് ഒരു കൂട്ടം നായകൾ വരിവരിയായിട്ട് വരുന്നെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും ഒക്കെ കൊലവിളി നടത്തി വരുന്നത് പോലെ ഒരു കൂട്ടം നായകളുടെ കടന്നു വരാം. ആ ദൃശ്യങ്ങൾ നമുക്കുണ്ട്. അത് അവിടെ ഉണ്ടെങ്കിൽ പ്രേക്ഷകരിലേക്ക് കാണിക്കാവുന്നതാണ്. അങ്ങനെ നായകളുടെ വലിയ ഒരു വിഹാര കേന്ദ്രം തന്നെയാണ് ഇവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നായകൾ പരസ്പരം ബഹളം വെക്കുന്നത്, നായകൾ പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നതുമൊക്കെ ആ തരത്തിൽ പതിവ് കാഴ്ചയാണ്. മറ്റൊരു അമ്മച്ചി ഇപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അമ്മയും രാവിലെ മുതലേ വലിയ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞിവിടെ നിലയുറപ്പിച്ചിട്ടുള്ള ആളാണ്. അമ്മ, ഇവിടെ എങ്ങനെ തെരുവുനായയുടെ പ്രശ്നമൊക്കെ വലിയ രൂക്ഷമാണോ? ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ പട്ടി. പക്ഷെ അത് എറിഞ്ഞിട്ട് ഓടിക്കും. ഇത് ഈ വല്യമ്മ ഇവിടെ വെച്ചെങ്ങാണ്ട് കയറി ചെന്ന് കളിച്ചത്. കാർത്തികേയനമ്മയെ നേരത്തെ കണ്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നിന്നിട്ടുമുണ്ട്. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഓടി വീട്ടിലോട്ട് വരുമായിരുന്നു. നായകൾ കൂട്ടം കൂടിയൊക്കെ ആക്രമിക്കുമ്പോൾ ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ആരോഗ്യാവസ്ഥയ്ക്കുള്ള ആളാണോ? അല്ല, ആള് തീരെ വയ്യാത്ത ആളാ. പ്രായമായി.
അതൊരു പ്രധാന ഘടകമാണ്. കാരണം ആ വീട്ടിലെ കട്ടിലിന്റെ ഭാഗത്ത്, പുറത്ത് കിടക്കുന്ന കട്ടിലിന്റെ ഭാഗത്ത് തന്നെയാണ് കാർത്തികേയനുമായി പരുക്ക് പറ്റി കിടന്നത്. കാരണം ഈ നായകളെ പ്രതിരോധിക്കാനോ ഓടി മാറാനോ കുതിരി മാറാനോ ഒക്കെ പറ്റുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീടിന്റെ സിറ്റ് ഔട്ടിലേക്കെങ്കിലും ഒരു പക്ഷേ കാർത്തികേയനമ്മ ഓടിക്കേറിയാണ്. പക്ഷെ അതിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് പറ്റുന്ന ആരോഗ്യാവസ്ഥയുള്ള ആളല്ല കാർത്തികേയനമ്മ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ 3 നായകൾ ചേർന്ന് ഇത്തരത്തിൽ കടിക്കുമ്പോൾ, 3 നായകൾ എന്ന് പറയുമ്പോൾ ഈ പ്രകാശും കുടുംബക്കാരും വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 3 നായകളാണ്. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതൽ നായകൾ ഉണ്ടായിരുന്നോ ആക്രമണ സമയത്ത്? പിന്നീട് അതൊക്കെ മടങ്ങിപ്പോയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ട്. ഈ കടൽ തീരത്തേക്ക് കയറി നോക്കുമ്പോൾ ഇപ്പോഴുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ നിരവധി നായകൾ നമ്മൾ നേരത്തെയും കണ്ടിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വിഹാര കേന്ദ്രമാണ് സുജയ് ഈ പ്രദേശമൊക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെ ആ തരത്തിലൊരു ആശങ്ക അവർക്കുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പരാതിയൊക്കെ പറഞ്ഞെങ്കിലും ആ പരാതികൾക്കൊന്നും വേണ്ട തരത്തിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുകൂടി അവർ ആക്ഷേപിക്കുകയാണ്. നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ സ്ത്രീകളടക്കമുള്ളവർ പുറത്തേക്ക് നിൽക്കുമ്പോൾ അവിടെയുള്ളവർ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് പ്രധാനം. ഇത് ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല താനും. മലപ്പുറത്തും തെരുവുനായകളുടെ തേർവാഴ്ചയാണ്. കുട്ടികളടക്കം നിരവധി പേരാണ് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായത്. ഞായറാഴ്ചയുണ്ടായ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കുട്ടികളടക്കം 4 പേർക്കാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. തെരുവുനായയുടെ ആക്രമണത്തിനിരയായവരും അഷ്കർ അലിക്കൊപ്പമുണ്ട്. അഷ്കർ അലി, തെരുവുനായകളുടെ ആക്രമണത്തെക്കുറിച്ച് ആറാട്ടുപുഴ സംഭവത്തിന് പിന്നാലെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയാണ്. മലപ്പുറത്തെ ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? കൂട്ടത്തോടെ എത്തുകയായിരുന്നോ തെരുവുനായകൾ? നമ്മൾ നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള തെരുവുനായ ശല്യം പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കിടയിലൂടെ അടക്കം തെരുവുനായ്ക്കൾ സഞ്ചരിക്കുന്നതിൻ്റെയും അവർ പിന്നാലെ പോകുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ സഹിതം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതേ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ആദവനാട് പഞ്ചായത്തിലാണ്. ഈ വളാഞ്ചേരിക്ക് സമീപമുള്ളതാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇത്തരത്തിൽ 2 കുട്ടികൾക്കും അതുപോലെ തന്നെ 2 മുതിർന്നവർക്കും ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ഒരാളാണ് ഈ നിൽക്കുന്ന ആദവനാട് സ്വദേശിയായിട്ടുള്ള നാസർ എന്ന് പറയുന്ന കുഞ്ഞാവയ്ക്കും ഇതുപോലെ തന്നെ തെരുവുനാട് ആക്രമണം ഇരയാകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ചികിത്സയിലാണ് അല്ലേ? അതെ അതെ. എന്താണെന്ന് സംഭവിച്ചത്? അന്നതിൽ ഇവിടെ നിൽക്കുമ്പോൾ നേരം കണ്ട് ഇറങ്ങി ചെന്ന സമയത്താണ് നായി പെട്ടെന്ന് ഓടി വന്ന് കടിച്ചത്. എന്താ നായി എവിടെ കടിച്ചത്? കടിച്ചത് ഇതാ ഇതിലൊന്ന്, പിന്നെ ഇതിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ 2 കടിച്ചത്. അന്ന് കൊണ്ടുപോയി അന്ന് തന്നെ ചികിത്സ തുടങ്ങി. അന്ന് ചികിത്സ തുടങ്ങി. തിരൂരിൽ നിന്ന് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടെ വാക്സിൻ ഇല്ല, ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് മേടിച്ചു. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ നിങ്ങൾക്ക് വാക്സിൻ ലഭിച്ചില്ല? ഇല്ല, വാക്സിൻ ഇല്ല. ആ മരുന്ന് അവിടെ ഇല്ല. നമുക്ക് ഉള്ള മരുന്ന് അവിടെ ഇല്ല. നമ്മളവിടെ ഉള്ള മരുന്ന് നമുക്ക് പറ്റില്ല. അപ്പോൾ വേറെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. 4500 രൂപ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തു. അന്ന് പെട്ടെന്ന് നായൻ്റെ അടുത്ത് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. കടിക്കുകയാണ് ചെയ്തത്. അതെ അതെ. അതിലൊന്ന് കൈ കൊണ്ട് തട്ടി കയ്യിൽ ഓടിച്ച്. പിന്നെ എല്ലാവരും പടി ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും പടി ഓടിച്ച് ആയി. ഈ പറഞ്ഞതുപോലെയാണ് ഭിന്നശേഷിക്കാരൻ കൂടിയാണ് നാസർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. വിരലിലും കണ്ണിൻ്റെ അവിടെയും തലയിലും 2-3 ഭാഗങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ തെരുവുനായ നാസറിനെ കടിച്ചത്. അതിനോടൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ ഇവിടെയുള്ള 2 കുട്ടികൾ, 3ഉം 5ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 കുട്ടികൾ അവർ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അത് തൊട്ടടുത്ത ദിവസം തന്നെ മാട്ടുമൽ വെച്ചുകൊണ്ട് ഒരു മധ്യവയസ്കനെ ഇത്തരത്തിൽ ആക്രമിക്കുക. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ട്. ഇവിടെ ആളുകളുണ്ട്, വലിയ ഭീതിയിലാണ് ഇവിടെയുള്ള ആളുകളിൽ. അതെ, ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ബാക്കിലൊരു അംഗനവാടി ഉണ്ട്. അംഗനവാടി കുട്ടികൾക്കൊക്കെ വരാൻ പേടിയാണ്. കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. 2 കുട്ടികൾക്കും ഇവിടെ അടുത്ത സമയത്ത് കുട്ടികൾ അത് വീട്ടിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർക്ക് കടിയത്. മഞ്ചേരി ആസ്പത്രി കൊണ്ടുപോയി ചികിത്സയിലാണ്. ചെറിയ കുട്ടികളായിരുന്നു അല്ലേ? ഒന്ന് 3 വയസ്സും ഒന്ന് 5 വയസ്സും. അത് മുറ്റത്ത് കളിക്കുന്ന സമയത്താണ് രാവിലെ കടിച്ചിട്ടുള്ളത്. ഇവിടെ അടുത്ത പ്രദേശത്ത് തന്നെ അടുത്തടുത്ത കുട്ടികളാണ്. വലിയ ഭീതിയിലാണ് തോന്നുന്നത്. ഇപ്പോൾ നാട്ടിലിപ്പോൾ ഇതിനെതിരെ അധികാരികൾ ഇതിനെതിരെ ഒരു ജാഗ്രത കാണിക്കണില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ട് തന്നെ 5 ദിവസമായി. ഇന്നൊരു ഒരാൾ ഇതുവരെ വരുന്നില്ല. ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചാനൽ ഇവിടെ എത്തുന്നത്. ഇത് വേറെ ഒരാൾ റിപ്പോർട്ട് ചെയ്യാനോ ചോദിക്കാനോ പറയാനോ ഇതുവരെ ഇവിടെ എത്തിയിട്ടുമില്ല. ആളിലിപ്പോൾ പുറത്ത് കുട്ടികൾക്കും മക്കൾക്ക് അത് പുറത്തിറങ്ങാനും നടക്കാനും ഒക്കെ ഒരു പേടിയുണ്ട്. രാവിലെ 6 മണിക്ക് മദ്രസക്ക് ഇത് ഇവിടെ തൊട്ടടുത്താണ് മദ്രസ. ഇതിൻ്റെ ബാക്കിലാണ് ഇവിടുത്തെ ഒരു അംഗനവാടി കുട്ടികളൊന്നും ആരും ഇത് രക്ഷിതാക്കൾ പറഞ്ഞേക്കണില്ല. മദ്രസ കുട്ടികൾ വരുമ്പോൾ രക്ഷിതാക്കൾ അങ്ങ് കൂട്ടാനും പോകണം, തിരിച്ചു വരുമ്പോൾ എടുക്കാനും വരണം. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നാട്ടിലുള്ളത്.
സുജ ഈ പറഞ്ഞതുപോലെയാണ് വലിയൊരു ഭീതിയിലേക്ക് ആളുകൾ പോയിരുന്നത്. നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അല്പം മുമ്പ് കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അല്പം പ്രായമുള്ള ഒരു മുതിർന്ന സ്ത്രീ നടന്നു പോകുമ്പോൾ അവരുടെ കയ്യിലൊരു വടിയുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഭാഗത്തിലൂടെ ഇപ്പോൾ നടന്നു പോകുന്ന ആളുകൾക്ക് തന്നെ ഇത്തരത്തിൽ ഒരു വടി പിടിച്ച് നടന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സുരക്ഷിതമായി അവരുടെ മക്കളെ അംഗനവാടിയിലേക്കോ അല്ലെങ്കിൽ മദ്രസയിലേക്കോ ഒന്നും അല്ലെങ്കിൽ സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ, അത്തരത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലേക്ക് ഒരു നാട് തന്നെ എത്തിപ്പോകുന്നു എന്നുള്ളതാണ്. ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം. പലതവണ അധികാരികൾക്ക് മുമ്പിൽ പരാതി പറഞ്ഞ വിഷയമാണ്. പക്ഷേ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 2 ദിവസത്തിൻ്റെ മണിക്കൂറുകളുടെ ഇടവേളയിലാണ് ഇവിടെ 4ഓളം പേർക്ക് കടിയേൽക്കുന്നത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 3-5 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ പിഞ്ചു കുട്ടികളടക്കം ഇത്തരത്തിൽ തെരുവ് നാട് ആക്രമണത്തിന് ഇരയാവുകയാണ്. പലർക്കും അതിൽ കൃത്യമായി നായെ പ്രതിരോധിക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകൾ കൂടി ആക്രമണത്തിന് ഇരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ നിലമ്പൂരിൽ അമ്മയ്ക്കൊപ്പം നടന്നു പോകുന്ന പെൺകുട്ടി ഇതേപോലെ തന്നെ ഡിസംബർ 12-ാം തീയതിയായിരുന്ന സംഭവം. നിലമ്പൂർ മിനർവ പടിയിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ അമ്മയ്ക്കൊപ്പം നടന്നു പോകുന്ന പെൺകുട്ടി തെരുവുനാട് ആക്രമണത്തിനിരയാകുന്ന സംഭവമുണ്ട്. ഇത്തരത്തിൽ നിരന്തരമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ആളുകളെ ഭീതിയിലേക്ക് ആഴ്ത്തുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. സുജ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്തെ അതിരൂക്ഷമായ തെരുവുനായ ശല്യത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയത്. നമുക്ക് കൊച്ചിയിലേക്ക് വന്നാൽ ഇവിടെയുമുണ്ട് തെരുവുനായകൾ. നിരവധി പേർക്കാണ് തെരുവുനായയുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ചിൽഡ്രൻസ് പാർക്കിലെത്തിയ 4 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു കീറി. ലേബി സജീന്ദ്രൻ ആക്രമണത്തിനിരയായവർക്കൊപ്പം ചേരുകയാണ്. ലേബി സജീന്ദ്രൻ, ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് നായപ്പേടിയെക്കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യമാണ്. മെറി ക്രിസ്മസ്. എനിവേസ്, ആക്രമണത്തിനിരയായവർ ആ ഒരു ഭീതിയിൽ നിന്ന് പൂർണ്ണമായും മോചിതരായോ ലേബി? മെറി ക്രിസ്മസ് സുജയ. പക്ഷേ എല്ലാവർക്കും സന്തോഷമുള്ള ക്രിസ്മസ് അല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാണിനാട് എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിനടുത്തുള്ള സ്ഥലമാണ്. കാണിനാട് സ്വദേശി ലിജുവിൻ്റെ കുഞ്ഞ് 4 വയസ്സേ ഉള്ളൂ, ഐവാൻ. ഈ കുഞ്ഞ് ഇവിടെ നിന്ന് 24 കിലോമീറ്ററോളം വരണം എറണാകുളം ടൗണിലേക്ക് എത്താൻ. എറണാകുളം സിറ്റിയിലെ ചിൽഡ്രൻസ് പാർക്കിൽ എത്തി കുഞ്ഞിനെ കളിപ്പിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ചേർന്ന്, അമ്മയും അച്ഛനും 2 കുട്ടികളും, ഇവരൊരുമിച്ച് ചേർന്ന് ഐസ്ക്രീം കഴിക്കുന്നതിനിടയിൽ കുഞ്ഞിനെ പെട്ടെന്ന് തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. കൊച്ചിനെ കടിച്ച് വലിച്ച് നിലത്തിട്ട് വലത് കൈ കടിച്ചു കീറുകയാണ് ചെയ്തത്. കൊച്ചിൻ്റെ പിതാവ് ചെന്ന് ഈ പട്ടിയുടെ കഴുത്തിൽ, തെരുവുനായയുടെ കഴുത്തിൽ ചവിട്ടി കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ശരിക്കും വല്ലാതെ ഭയന്നു പോയില്ലേ? ഭയന്നു പോയായിരുന്നു. അന്നേരം എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടാണ്ടായി പോയി. പിന്നെ ഹസ്ബൻഡ് പട്ടിയുടെ വായിൽ ചവിട്ടി പിടിച്ച് വായനകത്തായി പോയി, കുഞ്ഞിൻ്റെ കൈ ഫുള്ളായിട്ട്. പിന്നെ ഞങ്ങൾ തന്നെ കുഞ്ഞിൻ്റെ കൈ പട്ടിയുടെ വായിൽ നിന്ന് ഊരിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആക്രമിച്ച് കയറിയതല്ലേ? എവിടെന്നാ വന്നതെന്ന് പോലും കണ്ടില്ല പട്ടീനെ. കാരണം അത്രയും നേരം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒന്നും പട്ടി അവിടെ ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് ചാടി വീണ് പട്ടിയും കുഞ്ഞും കൂടെ നിലത്ത് കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അല്ലാതെ ഭയന്നു പോയി അല്ലേ? സുജയ, ഓർക്കേണ്ടതുണ്ട്, ഈ നാട്ടിലത്തെ ഗ്രാമപ്രദേശമാണ് ഈ പുത്തൻകുരിശിലെ കാണിനാടൊക്കെ. ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളുമായി കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം പകരാനും ഒക്കെ എത്തുന്ന ഇടമാണ് എറണാകുളം സിറ്റിയിലേക്ക് ഇവർ വരുന്നത്. സിറ്റിയിലെ ചിൽഡ്രൻസ് പാർക്ക് വളരെ സുരക്ഷിത കേന്ദ്രം എന്ന് തന്നെ കരുതിയാണ് ഇവരൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങോട്ട് വരുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് വളർത്തിയൊരു സ്ഥലമാണ് ചിൽഡ്രൻസ് പാർക്ക്. എത്രത്തോളം അരക്ഷിതമാണ് അവിടുത്തെ സാഹചര്യം. അതിനുശേഷം ഇവർ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയല്ലേ? ഇപ്പോൾ കളക്ടർക്ക് തിങ്കളാഴ്ച പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളക്ടർ നോക്കിയിട്ട് പറയാമെന്നാണ് കളക്ടറിൻ്റെ ഡെസ്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്നിങ്ങനെ ശരിക്കും വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നല്ലോ. കുഞ്ഞിനെ കടിച്ചു കീറുന്നു, കുഞ്ഞിൻ്റെ വായിൽ ചവിട്ടി, പട്ടിയുടെ വായിൽ ചവിട്ടിയിട്ട് കുഞ്ഞിൻ്റെ കൈ രക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോഴേ വല്ലാതെ ഭയന്നു പോയി അല്ലേ? വല്ലാതെ ഇതൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. കാരണം ഈ കൊച്ചു പിള്ളേർ കളിക്കുന്ന സ്ഥലത്ത് ഇങ്ങനൊരു നായയുടെ ആക്രമണം ഉണ്ടാവും നമുക്ക് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മറ്റേ കൊച്ചു പിള്ളേരാകുമ്പോൾ നമ്മൾ രക്ഷകർത്താക്കളെല്ലാം മാറിയിരിക്കല്ലോ, അവർ കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ മാറിയൊക്കെ ചെയ്യുന്നത് സാധാരണ. ഇത് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ പിള്ളേർ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പൈസ കൊടുക്കാനായിട്ട് ജസ്റ്റ് എഴുന്നേറ്റ് പോയിട്ട് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കൊച്ചിന് നിലത്ത് കിടക്കുന്നത് കാണുന്നത്. പിന്നെ ഓടി വന്ന് ഇത് ചെയ്തു. നിറയെ എന്നാൽ കയ്യിലെ മുറിവൊക്കെ ആഴമുള്ള മുറിവ് തന്നെ ആയിരുന്നല്ലോ അല്ലേ? അന്ന് ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതല്ലേ? നമുക്ക് എളുപ്പം ജനറൽ ആശുപത്രി തന്നെയായിരുന്നു, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ. അപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷ ഞങ്ങൾ വിളിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിന് വാക്സിൻസും കാര്യങ്ങളെല്ലാം എടുത്തു. ഏകദേശം രാത്രി 11 മണിയായി ഞങ്ങളിവിടെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ.
സുജയ, ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ളതാണ് എറണാകുളത്തെ ചിൽഡ്രൻസ് പാർക്ക്. സ്വാഭാവികമായും അതിൻ്റെ അധികൃതർ അതിനുള്ള ഉത്തരം പറയുമായിരിക്കും. എറണാകുളം ചിൽഡ്രൻസ് പാർക്ക് തൊട്ടടുത്താണ് സുഭാഷ് പാർക്ക്. ഇവിടെയൊക്കെ ആളുകൾ അല്പസമയം സന്തോഷം കണ്ടെത്താൻ എത്തുന്ന സ്ഥലമാണ്. ഇത്ര ദൂരെ നിന്ന് 2 കുഞ്ഞുങ്ങളുമായി അവിടെ അല്പസമയം സന്തോഷത്തിനായി വരുമ്പോൾ ഇത്രയും അരക്ഷിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നതെന്ന് ഈ മാതാപിതാക്കൾ തീർച്ചയായും അറിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ അങ്ങോട്ട് എത്തുന്ന മാതാപിതാക്കൾക്ക് ഈ സംഭവം ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുമുണ്ട്. തീർച്ചയായും ഇതിലൊരു നടപടി എടുക്കേണ്ടതുണ്ട്. കൊച്ചി നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ എല്ലാം കേന്ദ്രീകരിച്ച് തെരുവുനായ ശല്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളും, പ്രത്യേകിച്ച് കൊച്ചി നഗരം എല്ലാ ഭാഗങ്ങളിലും. ഈ ഒരു സമയത്ത് അപ്പോൾ തന്നെ നായയെ അകറ്റിവിടാനും നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട. അതാണ് തെരുവുനായയുടെ കാര്യത്തിൽ പറയാനുള്ളത്. കടിയേറ്റ് പിടഞ്ഞു വീഴുന്നതിനേക്കാൾ നല്ലത് ആ തെരുവുനായയെ നമ്മൾ തന്നെ തുരത്തി വിടുന്നതാണ്. ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നതാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ ദൃശ്യങ്ങൾ, വാർത്തകൾ ഒക്കെ നൽകുന്ന സൂചന. തെരുവുനായകൾ ജീവന് ഭീഷണിയായി ഇങ്ങനെ തെരുവുകളിൽ വിലസി നടക്കുന്ന കാഴ്ച നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി മറ്റിടങ്ങളിൽ കണ്ടത്. തിരുവനന്തപുരത്തെത്തുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലും തെരുവുനായക്കൂട്ടം ഭീഷണിയാവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും എന്നുവേണ്ട മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരെ തെരുവുനായകൾ ഭീഷണിയായുണ്ട്. രാത്രികാലങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നത്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാംസാവശിഷ്ടങ്ങളും മാലിന്യവും തെരുവുനായകൾക്ക് ഒത്തുകൂടാൻ അവസരമാവുകയാണ്. ടി വി പ്രസാദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ടി വി പ്രസാദ്, മെറി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനൊരു വിഷയം സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇന്നലെ കാർത്യായനി അമ്മയുടെ ജീവൻ പൊലിഞ്ഞത് അത് നമ്മുടെ മുന്നിൽ ഒരു ചൂണ്ടുപലകയായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് തെരുവുനായ ശല്യം ഇനിയും പരിഹരിക്കപ്പെടാത്ത വിഷയമായി നിൽക്കുന്നത് പ്രസാദ്? ഹാപ്പി ക്രിസ്മസ് സുജയ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലെങ്ങും തെരുവ് പട്ടികളുടെ വിഹാര കേന്ദ്രങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത് റെയിൽവേ സ്റ്റേഷനായാലും ബസ് സ്റ്റാൻഡായാലും മറ്റ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായാലും അതുതന്നെയാണ് അവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി, SAT, RCC ഈ പരിസരങ്ങളിലെല്ലാം വലിയ അളവിലാണ് വൻതോതിൽ തെരുവ് പട്ടികളുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ടും മറ്റാളുകൾ കൂടുതലില്ലാത്തത് കൊണ്ടുമാണോ എന്നറിയില്ല, ഇവിടെ പൊതുവിൽ കുറവാണ്. യഥാർത്ഥത്തിൽ 100-ലധികം പട്ടികൾ ഒന്നിച്ചുണ്ടാകുന്ന ഏരിയകളുണ്ട് എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മാത്രം 2, 4, 6 പട്ടികൾ ഇവിടുന്ന് കാണാം. ഇവിടുത്തെ തൊട്ടപ്പുറം കാറിൻ്റെ അടിയിലും എല്ലാമായിട്ട് 6 പട്ടികളെ, നമ്മൾ 12 പട്ടികളെയാണ് ഈ ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ നമ്മൾ കണ്ടത്. ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവർ SAT ആശുപത്രിൻ്റെ പരിസരത്തൊക്കെ സ്ഥിരമായി തെരുവ് പട്ടികളെ കൂട്ടത്തോടെ കാണുന്നവരാണ്. എത്രത്തോളം ഉണ്ട് ഇത്? ഭീകരാണല്ലേ അവസ്ഥ? ഇവിടെ ഒരു 100-ലധികം, കാര്യം ഇത്രയും അധികം തെരുവ് നായ്ക്കൾക്കുള്ള ഭക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട്. കാര്യം RCCയിലായാലും SAT ആയാലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഉച്ചയ്ക്ക് നിരവധി സംഘടനകൾ ഒട്ടേറെ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അതിൽ പകുതിയും കഴിച്ച് പകുതി കളയാണ്. അപ്പോൾ ഇതിനെല്ലാം കഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. കഴിക്ക് സുഖമായി ഇവിടെ തന്നെ കിടക്കാം. ഇന്ന് അവധിയായതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഭക്ഷണമില്ല, ഉച്ചയ്ക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഭക്ഷണം തേടി പോവുകയാണ്. അപ്പോൾ ഇവിടെ 100-ലധികം തെരുവ് നായ്ക്കളുണ്ട്. വലിയ കൂട്ടമുണ്ടാവും ഇവിടെ അല്ലേ? അത് പലപ്പോഴും ഇതുപോലെ ആലപ്പുഴയെ പോലെ തന്നെ ജീവന് ഭീഷണിയായിട്ടുണ്ട്. നിരവധി തവണ ഇത് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ 2010-15 കാലഘട്ടം നിരവധി തവണ ഇത് പിടിച്ച് ABC പ്രോഗ്രാം നടത്തി ഈ പട്ടികളെ തിരിച്ചിവിടെ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഈ പ്രോഗ്രാം തന്നെ സംസ്ഥാനത്തെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എൻ്റെ അറിവിൽ തിരുവനന്തപുരത്ത് 2 അതിൻ്റെ കണക്കിലേക്ക് വരുന്നു. ഇവർ പറഞ്ഞത് ശരിയാണ്. അതായത് വന്ധ്യംകരണം ഏതാണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പട്ടികളുടെ ചെവി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും വന്ധ്യംകരണം ചെയ്തതിന്. സുജിയ കാണാമല്ലോ അല്ലേ? അതെ അതെ. ഇതിപ്പോൾ വന്ധ്യംകരണം ചെയ്ത പട്ടിയാണ്. അപ്പം ഇതുപോലെയുള്ള പട്ടികളാണ് പിടിച്ചിട്ടില്ല. അത് നോക്കിയാണ് പോകുന്നത്. പ്രസാദ് ഒന്ന് സൂക്ഷിച്ചൊക്കെ നിന്നോളൂ. എന്തായാലും നായപ്പേടിയിലാണ് തിരുവനന്തപുരവും. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരിടത്തേക്ക് ഞാൻ പോവുകയാണ്. പ്രസാദ് ഇപ്പോൾ കാട്ടിത്തന്നത് എന്താണ് നമ്മുടെ നാട് നേരിടുന്ന തെരുവുനായ ശല്യം എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ്. ആശുപത്രി പരിസരത്ത് പോലും ആളുകൾക്ക് രക്ഷയില്ല എന്ന് ചുരുക്കം. തിരുവനന്തപുരം ജില്ലയിൽ നഗരസഭയ്ക്ക് കീഴിൽ മാത്രമാണ് വന്ധ്യംകരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 2023 കണക്കനുസരിച്ച് നഗരത്തിൽ മാത്രം 8600 നായകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇതിൽ 45% മാത്രമാണ് വന്ധ്യംകരണം നടത്തിയവ. കൂടുതൽ സൗകര്യമുള്ള ആശുപത്രി നിർമ്മാണത്തിനായി നഗരസഭ 2.25 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചെങ്കിലും അത് പാതി വഴിയിലാണ്. റിനു ശ്രീധർ എത്തുന്നു നമുക്കൊപ്പം. റിനു ശ്രീധർ, ഒരു കൂട്ടം നായകൾക്കിടയിൽ നിന്നാണ് TV പ്രസാദ് നേരത്തെ അവിടുത്തെ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയത്. അതിൽ വന്ധ്യംകരിച്ച ഒരു നായയുടെ ദൃശ്യവും നമ്മുടെ മുന്നിലേക്ക് എത്തി. എന്നാൽ പൂർണ്ണമായും ഈ പദ്ധതി പ്രാവർത്തികമായിട്ടില്ല എന്നതാണോ നമ്മൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്നത്? റിനു.
അങ്ങനെ തന്നെ പറയേണ്ടി വരും സുജയ. കാരണം 2023 കണക്കനുസരിച്ചാണ് 8600 നായ്ക്കൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമുണ്ട് എന്നുള്ള ഒരു കണക്ക് നഗരസഭ ഒരു NGO വെച്ച് കണക്കെടുത്തപ്പോൾ, സെൻസസ് എടുത്തപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നായ്ക്കളുടെ. പക്ഷേ ഇതിൽ 45% നായ്ക്കളെ മാത്രമാണ് വന്ധ്യകരണം ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മാത്രമാണ് വന്ധ്യകരണം ചെയ്യുവാനുള്ള സംവിധാനമുള്ളത്, അതിനുള്ള മൃഗാശുപത്രി ഉള്ളത്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഇത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാരണം. ഇതിന് കാരണമായി പറയുന്നത് എന്ന് പറയുന്നത് വന്ധ്യകരണ കേന്ദ്രത്തിന് അനുമതി നൽകണമെങ്കിൽ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ അനുമതി വേണം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. 2001 ABC ആക്ട് പ്രകാരം അതിന് ചില മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ പറഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. കാരണം 2500-ലധികം സർജറി ചെയ്ത് പരിചയമുള്ള ഡോക്ടർമാരായിരിക്കണം വേണ്ടത്. ഒപ്പം AC സംവിധാനം, അതായത് ഒരു മനുഷ്യന് സർജറി ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രി ആയിരിക്കണം ഈ മൃഗങ്ങൾക്ക്, അതായത് ഈ നായ്ക്കളെ വന്ധ്യകരണം ചെയ്യുവാൻ വേണ്ടി എന്നുള്ളത്. അതിൽ കുറേ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അത് ഓരോന്നും എടുത്ത് പറഞ്ഞാൽ നമുക്ക് തന്നെ മൂക്കത്ത് വിരൽ വെക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ വന്ധ്യകരണ കേന്ദ്രത്തിൽ ഒരു മാസം 100-ലധികം നായ്ക്കളെ വന്ധ്യകരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കണക്ക്. പക്ഷേ അത് പോരാ എന്നുള്ളതാണ്. കാരണം ഏകദേശം 8600 നായ്ക്കൾ 2023 അതിന് എത്രയോ മടങ്ങ് 2024 വന്നിരിക്കണം. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ധ്യകരണം ചെയ്ത നായ്ക്കളുടെ ചെവി ത്രികോണാകൃതിയിൽ കട്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യം. പക്ഷേ തിരുവനന്തപുരം നഗരപരിസരത്ത് നമ്മൾ സഞ്ചരിച്ചാൽ അങ്ങനെയുള്ള നായ്ക്കളെ കാണാൻ കഴിയും. പക്ഷേ അതിന് 10 ഇരട്ടിയായിട്ട് വന്ധ്യകരണം ചെയ്യാത്ത നായ്ക്കളെയും കാണാം. അതായത് വന്ധ്യകരണം നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൽ തെരുവുനായ വിഷയമുണ്ടെന്ന് നഗരസഭയെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വാഹനവുമായി, നമ്മൾ ഈ വിഷ്വൽ കാണിക്കുന്നുണ്ട് ആ വാഹനവുമായ പ്രദേശത്തെത്തും. ഓടിച്ചിട്ട് ഈ നായ്ക്കളെ പിടികൂടിയതിനു ശേഷം പേട്ടയിലെ വന്ധ്യകരണ സെന്ററിൽ എത്തിക്കും, വന്ധ്യകരണം നടത്തും. അതിനുശേഷം 6 or 7 ദിവസം അതിന് വിദഗ്ധ ചികിത്സ നൽകി എല്ലാ രീതിയിലുള്ള സംവിധാനവും ഒരുക്കി അതിനെ ഈ പിടിച്ച, അതായത് ഈ എവിടെ നിന്നാണോ പിടിക്കുന്ന ആ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടാക്കുന്നു. ഇതാണ് ഇതിലെ വന്ധ്യകരണവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം നഗരസഭ ചെയ്യുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭ ഏകദേശം കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കനുസരിച്ച് വന്ധ്യകരണം പകുതി പോലും പിന്നിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തെരുവ് ശല്യം രൂക്ഷമാകുമ്പോൾ റിപ്പോർട്ടറിന്റെ ലൈവത്തോൺ തുടരുകയാണ്. നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ബീച്ച് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നതും വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തതും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കുട്ടികളെ അടക്കം നായ ആക്രമിക്കുന്നത് ഭീതി ജനിപ്പിക്കുന്നതാണ്. AK അഭിലാഷ് നമുക്കൊപ്പം ചേരും. AK അഭിലാഷ്, നമുക്ക് വിനോദവേളകൾ ആനന്ദകരമാക്കണമെന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിനോദവേള ആശുപത്രി വേളയായി മാറുന്ന സാഹചര്യമുണ്ട് എന്ന ഭീതി എല്ലാവരിലേക്കും എത്തുകയാണോ? തീർച്ചയായിട്ടും വലിയ ഭീതിയിൽ തന്നെയാണ് ആളുകളുള്ളത്. പ്രധാനമായും കുട്ടികളെ നായകൾ ആക്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഏതാണ്ട് 10ഓളം ആളുകൾ ഇത്തരത്തിൽ നായ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. നമ്മൾ പരിശോധിച്ചപ്പോൾ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ നായകളുടെ ശല്യവും അതോടൊപ്പം തന്നെ ആക്രമണം പതിവായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ഏറ്റവും കൂടുതൽ KCBയുടെ ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗൺ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ നായകൾ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് നിരവധി നായകളും അതോടൊപ്പം തന്നെ അതിൻ്റെ കുട്ടികളടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രചരണം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വന്ധ്യംകരണ പ്രവർത്തികൾ പൂർണ്ണമായും നടപ്പിലാകുന്നില്ല, അല്ലെങ്കിൽ വളരെ നാമമാത്രമായ നിലയിൽ മാത്രമാണ് ഈ വന്ധ്യംകരണ പ്രവർത്തികൾ നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ഇപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് ടൗണിൽ മാത്രം ഏതാണ്ട് 25,000-30,000 ഇടയിൽ ഈ നായകളുണ്ട്, തെരുവ് ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അത് 4 മാസം മുമ്പുള്ള കണക്കാണ്. അതിനുശേഷം ഈ നായയുടെ പ്രജനനം വലിയ തരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ാണ് ഇപ്പോഴുള്ളത്. അതിനുശേഷം അത് കുറേ കൂടി വർദ്ധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 15% മാത്രമാണ് വന്ധ്യംകരണം നടത്തിയതെന്ന് തന്നെയാണ് കോർപ്പറേഷൻ്റെ കണക്കുകളും പറയുന്നത്. അതായത് നായകളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇപ്പോഴും ഫലം കാണുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ ഇത്തരത്തിൽ നായകളുടെ ശല്യം അതോടൊപ്പം തന്നെ അക്രമം വർദ്ധിക്കുന്നു എന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളയിൽ ബീച്ചിൽ ഹാർബറിലാണ്. ഇവിടെ വലിയ തോതിൽ നായകളുടെ ശല്യമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്തത്. ചേട്ടാ, എങ്ങനെയാണ് നായശല്യം? എങ്ങനെയാണ്? ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഭയങ്കര രാത്രിയായിരുന്നു നടക്കാൻ കഴിയില്ല, നരനായട്ടായില്ല, ഭയങ്കര പ്രയാസം. അധികൃതർ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലാണിത്. എന്തോ നിയമ നടപടി ഇങ്ങനെ ഒരു നിയമം ഉള്ളതിനൊന്നും ചെയ്യാൻ പറ്റാത്ത നിയമമുള്ളതുകൊണ്ടാണ്. രാത്രിയായാലും ഇവിടെ പുറമെന്ന് ബീച്ചിൽ കാണാൻ വരുന്ന ആളുകൾക്കൊന്നും ഇവിടെ നടക്കാനൊന്നും കഴിയില്ല. ഒറ്റപ്പെട്ട രീതിയിൽ നടന്നു പോകുമ്പോഴൊക്കെ പിന്നാലെ ഓടി കടിക്കുന്നുണ്ട്. നന്നായി ഭയങ്കര പ്രയാസമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നുള്ള വിശ്വാസത്തിലാണ്
ഇവിടെ നാട്ടിലെല്ലാവരും. ഈ വന്ധ്യീകരണം അടക്കം നടക്കുന്നെങ്കിൽ പോലും ഫലം കാണുന്നു. വന്ധ്യീകരണം നടത്തിയിട്ട് പ്രസവിക്കുന്നുണ്ടെന്നല്ലോ പിടിക്കാൻ വരുന്നവരോട് ചോർ പറഞ്ഞ് ഇവിടെ പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾ പ്രസവിക്കില്ല അതിന് വലുതുണ്ടെന്ന് ആയിരുന്ന ഒരുത്തരം. അതായത് വന്ധ്യീകരണം നടത്തിയ നായ്കൾ പോലും പ്രസവിക്കുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെയാണോ? മൂപ്പരഭിപ്രായം എനിക്കില്ല. എന്താണ് നായശല്യം ഉണ്ടോ? വന്ധ്യീകരണം നടന്ന ഭാര്യയും പ്രസവിക്കേണ്ടതെന്നാണ് ഇവിടെ. നായശല്യം കൂടുതലാണോ, രൂക്ഷമാണോ? കൂടുതലാണ്, നല്ല ശല്യമാണ്. ഇത്രയോ ആളുകൾ ഇവിടെ കടിച്ചിരിക്കുന്നതായി. ചേട്ടൻ ഇവിടെ ഉള്ള ആളോ? ഞാൻ ഇവിടെ ഉള്ള ആളാണ്. നായശല്യം രൂക്ഷമാണോ? അതിരൂക്ഷമായ രീതിയിൽ തന്നെ നായശല്യമുള്ളത്. കാരണം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പുലർച്ചെ സമയത്ത് അവർ കടലിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മീനെടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഇവിടെ ഈ വിശാലമായി കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഒരുപാട് നായൻ്റെ ശല്യങ്ങൾ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അടിയന്തരമായിട്ട് ഗവൺമെൻറ് അതിലൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശത്തുകാരായ ആളുകൾക്ക് പറയാൻ. വന്ധ്യീകരണ പ്രവർത്തികൾ നടക്കുന്നില്ലേ? വളരെ കുറവാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിൽ പഞ്ചായത്തിൻ്റെ ആയാലും ഇപ്പോൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അങ്ങേ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ വിചാരങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്കെതിരെ കൂടിയുള്ള വിമർശനമാണ്. ഇല്ല, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയത്തിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് വളരെ ചെറുതല്ലാത്ത വലിയ രീതിയിലുള്ള പങ്ക് ഉണ്ട് എന്ന് കൂടി തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പരാമർശം നടത്തിയത്. എങ്ങനെയാണ് നായശല്യം? ശരി, എന്തായാലും വലിയ രീതിയിൽ കുട്ടികളുമായിട്ടൊക്കെ വരുമ്പോഴാണ് പ്രധാനമായും ഈ വലിയ ഭീഷണിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകണം. ബീച്ചിൽ മാത്രമല്ല കേട്ടോ, മറ്റിടങ്ങളിലുമൊക്കെ ഈ പ്രശ്നമുണ്ട്. രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പണികൾ പുരോഗമിക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ മാസമാണ് വിദേശ വനിതയെയും റെയിൽവേ ഹോം ഗാർഡിനെയും നായ കടിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സാന്യു മനോമി ചേരുന്നു. സാന്യു മനോമി, ട്രെയിൻ പിടിക്കാനായുള്ള ഓട്ടത്തിനിടയിൽ തെരുവുനായയെ പേടിച്ചു ഓടേണ്ട സാഹചര്യമാണോ? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെയൊക്കെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് കഴിഞ്ഞ മാസം ഒരു വിദേശ വനിതയെ, ജർമ്മൻകാരിയായ ഒരു 60-കാരിയെ തെരുവുനായ കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ ഇവിടെ കുറേ പോർട്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നത് ഭയങ്കരമായ തെരുവുനായ ശല്യം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ട്രെയിനുകളൊന്നും വരാനില്ലാത്തതുകൊണ്ട് തന്നെ പോർട്ടർമാരൊന്നും ഇവിടെ ഇല്ല. നമുക്കാണെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള അനുമതിയുമില്ല. പ്ലാറ്റ്ഫോമിലൊക്കെ ഓരോ ഇരിപ്പിടത്തിൻ്റെയും അടിയിൽ ഇങ്ങനെ തെരുവുനായ കിടക്കുകയാണ്. അപ്പോൾ കാലുകൊണ്ടൊക്കെ തട്ടിപ്പോയാൽ അപ്പോൾ കടിക്കുന്ന രീതിയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു ഹോം ഗാർഡിനെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് നായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഇപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊരു പോർട്ടർ ഇവിടെ ഉണ്ട്. അദ്ദേഹം സംസാരിക്കുമോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ ഭക്ഷണാവശിഷ്ടങ്ങളടക്കം നന്നായി കളയാത്തത് കൊണ്ടുള്ളൊരു പ്രയാസം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ചില വേസ്റ്റ് ബാസ്ക്കറ്റുകളൊക്കെ ഈ നായകൾ തന്നെ കടിച്ചു കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം പോലും ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഈ തെരുവുനായ ശല്യം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതായത് ഭയങ്കരമായ ശല്യം ഉണ്ടോ? എങ്ങനെയാണ്? ഞാനിതൊന്നും കഴിഞ്ഞിട്ട് വന്നു. അദ്ദേഹം ജോലി തിരക്കിലാണെന്നാണ് പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഈ പോർട്ടർമാർക്കൊക്കെയും വലിയ ബുദ്ധിമുട്ട് തെരുവുനായ ശല്യവും കൊണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും നമ്മൾ വരുമ്പോൾ ഇപ്പോൾ നല്ല നട്ടുച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തിയിട്ട കാറിൻ്റെ ഒക്കെ അടിയിൽ ഓരോ നായ്ക്കൾ വീതം കിടക്കുന്നതായി കാണാൻ കഴിഞ്ഞു. നല്ല നട്ടുച്ചയായതുകൊണ്ട് അവർ പുറത്തിറങ്ങാത്തതാണ്. അതാണ് നമുക്ക് ദൃശ്യങ്ങൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ട്രെയിനൊന്നും വരാനില്ലാത്തതുകൊണ്ട് ആളുകളും കുറവാണ്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണാവശിഷ്ടമടക്കം കൃത്യമായി സംസ്കരിക്കാത്തത് വലിയ പ്രയാസമായി ാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും നമ്മുടെ കോഴിക്കോട് വെച്ച് ഒരു രാജ്യാന്തര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒരു വിദേശ വനിതയ്ക്ക് നായകടിയേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ നാണക്കേടാണ്. അപ്പോൾ സ്വാഭാവികമായും കോർപ്പറേഷൻ ഇടപെടേണ്ടതും കൂടിയാണ് ഈ വിഷയങ്ങളിലൊക്കെയും. ചെറിയ കുഞ്ഞുങ്ങളെ വരെ ഇവിടെ നിന്ന് നായകടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. നിറയെ നായ്ക്കളാണ്. നമ്മൾ രാവിലെ വന്നത് മുതൽ തന്നെ കാണുന്നു, എല്ലായിടത്തും നായ്ക്കൾ നിറഞ്ഞിരിക്കുകയാണ്. അതിനെ തുരത്താനുള്ള ഒരു മാർഗവുമില്ല. മാത്രമല്ല, വന്ധ്യംകരണമൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്ന് നേരത്തെ അഭിലാഷ് കണക്ക് പ്രകാരം പറഞ്ഞിരുന്നു. അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ 15% താഴെയൊക്കെ വന്ധ്യംകരണം നടന്നു എന്നുള്ള കണക്കും ഉണ്ട്. അതേസമയം വാക്സിന് വലിയ ഷോർട്ടേജ് ഇല്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വാക്സിൻ ഓഫീസറുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വാക്സിൻ ലഭ്യമാണ് എന്നാണ്. പക്ഷേ വാക്സിൻ കൊണ്ട് മാത്രം കടിയേൽക്കുന്നത് തടയാൻ കഴിയില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. കാരണം കടിച്ചാൽ എടുക്കേണ്ട ഒരു നടപടിയാണ് വാക്സിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം തെരുവുനായയുടെ ശല്യം കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഏതായാലും ഇവിടുത്തെ ആളുകൾക്കും പോർട്ടർമാർക്കും ജീവനക്കാർക്കും അതുപോലെ ഓട്ടോ ഡ്രൈവർമാരൊക്കെയും സ്ഥിരമായി ഇവിടെ ഉണ്ടാകുന്ന ആളുകളാണ്, അവർക്കൊക്കെയും പറയാനുള്ളത്. സുജയ.
ഓക്കെ, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ അതിനൊപ്പം ആളുകൾക്ക് പേടി കൂടാതെ പോകാനുള്ള സംവിധാനം കൂടി ഒരുങ്ങണം. തെരുവുനായകളെ അകറ്റി നിർത്താനുള്ള സംവിധാനം ഒരുങ്ങണം. നമ്മൾ കൊല്ലത്തേക്ക് വന്നാൽ അവിടെ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. ഒരാഴ്ചക്കിടെ 12 പേർക്ക് അവിടെ കടിയേറ്റിട്ടുണ്ട്. തെരുവുനായകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ആശ്രാമ മൈതാനം. പാതയോരങ്ങളിൽ തമ്പടിക്കുന്ന നായകൾ കാൽനട യാത്രക്കാരെ ആക്രമിക്കുന്നതും പതിവാണ്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു. അഷിൻ ഡിയാഗോ, തിരക്കേറുന്ന സ്ഥലമാണ് ഈ, പ്രത്യേകിച്ചും ഈ വിനോദസഞ്ചാരികളടക്കം വരുമ്പോൾ അവിടേക്കൊക്കെ കടന്നു വരാറുണ്ട്. എത്രമാത്രം പേടിക്കണം? 12 പേർക്കൊക്കെ തെരുവുനായയുടെ കടിയേൽക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ. സുജിയ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 12ഓളം പേർക്കാണ് ഇത്തരത്തിൽ കൊല്ലത്ത് മാത്രം കടിയേറ്റിട്ടുള്ളത്. അതിൽ 10 പേർ ശാസ്താംകോട്ടയിൽ ഒരു നായയാണ് ഇത്രയും പേരെ കടിച്ചത് എന്നുള്ളതാണ്. 2 ദിവസം മുമ്പാണ് ഇത് വാർത്തയായി വന്നതും. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ ആശ്രമ മൈതാനത്തിന് സമീപമുള്ള ഗുരുമന്ദിരത്തിന് സമീപവും 2 പേർക്ക് ഇത്തരത്തിൽ നായ കടിയേറ്റു എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഈ തിരക്കുള്ള സമയത്തും നായ്ക്കൾ ഇവിടെ ഇങ്ങനെ ഈ വെയിലത്ത് നിന്ന് അല്പം മാറി ഓരോ വാഹനത്തിനടിയിലുമായും തണലുകൾക്കടിയിലുമായി ഇങ്ങനെ നായകൾ ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഇപ്പോഴത്തെ ഈ ഒരു ശാന്തത പക്ഷേ നേരം വൈകി ഒന്ന് ഇരുട്ട് വീണാൽ ഉണ്ടാകില്ല എന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കാരണം രാത്രിയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ഒരു 5 മണി 6 മണിക്ക് ശേഷം വേലയ്ക്ക് ഒന്ന് മാറിയതിനു ശേഷം ഈ പട്ടികളുടെയൊക്കെ ഈ നായ്ക്കളുടെയൊക്കെ സ്വഭാവം മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ കൂട്ടത്തോടെ ഈ തെരുവിലേക്ക് ഇറങ്ങുകയും ഇതുവഴി നടന്നു പോകുന്ന ആളുകളേക്ക് ആക്രമിക്കുന്ന ഒരു സാഹചര്യം അതിരൂക്ഷമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത്. ഇവിടെ ലോട്ടറി കച്ചവടക്കാരുണ്ട്, ചെറുകിട കച്ചവടക്കാരുണ്ട്, ഇവിടെ വിശ്രമിക്കാൻ വരുന്നവരുണ്ട്. ഇവരെയെല്ലാം ഒരേപോലെ ഈ നായ്ക്കൾ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. പലർക്കും ഈ നായകടി ഏറ്റ് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതും അവർ എടുത്തു പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വന്ധീകരണം അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത്. ഇതിന് കാരണമായി പറയുന്നത് നിലവിലിപ്പോൾ ഈ തെരുവ് നായ്ക്കളെ നമുക്ക് പിടികൂടി അതിനെ കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വന്ധീകരണം മാത്രമാണ് അതിനുള്ള മാർഗം. പക്ഷേ അതും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രധാന ആക്ഷേപങ്ങളിലൊന്ന്. ചേട്ടാ, ഇപ്പോൾ ഈ തെരുവുനായ ശല്യം ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും നായ്ക്കളാണ്. എന്താണ് ചേട്ടൻ ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്? അത് വലിയ ശല്യമാണ് നാട്ടുകാർക്ക്. പൊതുവേ എല്ലാവർക്കും നല്ല ശല്യമാണ്. കാരണം ഇവിടെ ഓരോ വാഹനത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വന്ന് കിടക്കാറുണ്ട്. ഒരുപാട് നായ്ക്കൾ ശല്യമുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ ടെസ്റ്റ് ഗ്രൗണ്ടാണ്. ഈ ടെസ്റ്റ് ഗ്രൗണ്ട് കംപ്ലീറ്റ് ആളുകൾ ഇവിടെ നിറഞ്ഞ് ടെസ്റ്റുള്ള ദിവസങ്ങൾ നല്ല റഷാണ് ഇവിടെ. പട്ടികൾ ചെറിയ 1-2 അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചവിട്ടിയിട്ട് കടിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചേട്ടൻ ഇവിടെ ഈ വണ്ടി പഠിപ്പിക്കുന്ന ഒരാളാണ്. 2 വീലേഴ്സ് അടക്കം ഇപ്പോൾ കുട്ടികളൊക്കെ വണ്ടി പഠിക്കുന്നുണ്ട്. ഈ പട്ടികൾ ഇവരുടെ മുന്നിലേക്ക് ചാടി അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരുപാട് അപകടങ്ങളുണ്ട്. തന്നെയല്ല അതുകൊണ്ട് ഈ വന്ധ്യീകരണം നടക്കുന്നു എന്ന് പറയുന്നു, മറ്റ് ഭരണാധികാരികൾ പറയുന്നുണ്ട്. പക്ഷേ കുറേ പട്ടികൾ ഇപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളായിട്ട് കുറച്ച് പട്ടികളൊക്കെ ഇവിടെ വരാറുണ്ടത്. ഇവിടെ വന്ധ്യീകരണം കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് വളരെ മോശം ശോചനീയാവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ നായശല്യം എന്ന് പറയുന്നത്. പൊതുവെ അത് നശിപ്പിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്. സുജി, അത് തന്നെയാണ്, വന്ധീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ പട്ടികൾക്കെല്ലാം കുഞ്ഞുങ്ങളടക്കമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ അനുദിനം പട്ടികളുടെ ഈ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. കാരണം ഇത്തരത്തിൽ മൃഗസ്നേഹികൾ ഇവിടേക്ക് എത്തി ഈ നായ്ക്കൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഇവിടെ നാട്ടുകാർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ നായ്ക്കൾ ഇവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുന്നു. ഇത് ഭക്ഷണം തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവാത്തതായതോടുകൂടി ഈ നായ്ക്കൾ കൂട്ടത്തോടെ ഇവിടെ വന്ന് കിടക്കുന്ന ഒരു സാഹചര്യം. ക്രിസ്മസ് ആയതുകൊണ്ട് കാര്യമായിട്ട് കഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു ക്ഷീണത്തിലും മയക്കത്തിലുമൊക്കെയാണ്. അഷിൻ ഡിയാഗോ, ഒപ്പം നമ്മുടെ വിജയ്, കടിയേൽക്കാതെ സൂക്ഷിക്കണം. ക്രിസ്മസ് ദിനത്തിൽ ഒന്ന് നോക്കിയൊക്കെയാണ് നായ പോകുന്നത്. അഷിനെ നോട്ടമിട്ടതെന്ന് തോന്നുന്നു അല്ലേ? എന്നെയും നമ്മുടെ ക്യാമറാമാനെയും എന്തായാലും ഈ നായ്ക്കൾ നോട്ടമിട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ചുറ്റും ഈ നായ്ക്കൾ ഇവിടെ വളഞ്ഞിട്ടുണ്ട്. നേരത്തെ ദൃശ്യങ്ങളിൽ അത് കാണുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വാഹനം കൊണ്ടിട്ട് അതിൻ്റെ അടിയിൽ തന്നെ 2 നായ്ക്കൾ അതിൻ്റെ അടിയിൽ കടപ്പുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം ഭീകരമാണ് കൊല്ലത്തെ ഈ ഒരു സാഹചര്യം എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു അപകടം കണ്ടാൽ ആ സിനിമ ഡയലോഗ് പോലെ തോമസ് കുട്ടി വിട്ടോടാ എന്ന് പറയുമ്പോൾ ആ വീഡിയോ ജേർണലിസ്റ്റിനെ കൂടെ കൂട്ടിക്കോണം. ഓക്കെ അഷിൻ, അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ സുജി, ഹാപ്പി ക്രിസ്മസ്.
നമുക്ക് ഇനി കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തും തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധം തെരുവുനായകൾ ഉണ്ടെന്നാണ് യാത്രക്കാർ പറയുന്നത്. അർച്ചന രവീന്ദ്രൻ ചേരുന്നു കാസർഗോട്ട് നിന്ന്. അർച്ചന രവീന്ദ്രൻ, മെറി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നായപ്പേടിയെക്കുറിച്ച് പറയാൻ വിട്ടതിൽ ഖേദിക്കുന്നു അർച്ചന. പക്ഷേ നമുക്കെല്ലാവർക്കും ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് അവിടെ കാസർഗോട്ട് എത്തുന്നവർക്ക് എത്രത്തോളം ഭീഷണിയാവുന്നുണ്ട് തെരുവുനായകൾ, പ്രത്യേകിച്ചും ബസ് സ്റ്റാൻഡിലേക്കൊക്കെ വരുമ്പോൾ? സുജിയ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായി തന്നെ തുടരുകയാണ്. വിവിധ ഭാഗങ്ങളിൽ, അതായത് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഈ പരിസരത്ത് വെച്ച് നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ അധികമായി ഈ തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്നത്. ഒരുപാട് നായകളെ നമ്മളിപ്പോൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് നായകളെ കണ്ടു. ഈ നായകളെല്ലാം ഈ ആളുകൾക്ക്, ഈ യാത്രക്കാർക്കും എല്ലാം ഈ നായകളെ വളരെ പേടിയാണ്. വളരെയധികം നായകൾ തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിപ്പോൾ കൂടെ ഇവിടെ ഒരുപാട് ലോട്ടറി കടക്കാർ വരുമ്പോൾ ഒരുപാട് ചെറുകിട തൊഴിലാളികൾ നമ്മളെ കൂടെ തന്നെയുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്? അതായത് ഈ തെരുവുനായ ശല്യം ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥിരമാണ്? ഇവിടെ ഏകദേശം നായ വല്ലാത്ത ശല്യമാണ്. ഇവിടെ കാസിച്ചിട്ട് വെക്കും, മൂത്രമൊഴിച്ച് ഫുള്ള് വൃത്തിയിടാക്കിയിട്ട് വെക്കും. പിന്നെ രാവിലെ വരുമ്പോൾ മൊത്തം ഇവിടെ കുറേ നായ്ക്കളുണ്ടാകും. പിന്നെ എന്തായാലും ഒരുപാട് തെരുവ് നായകളുടെ ശല്യം തന്നെയാണ് ഈ കാസർഗോഡ് ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുള്ള ആളുകൾക്കും പറയാനുള്ളത്. അതായത് രാത്രി കാലങ്ങളിലാണ് ഈ തെരുവ് നായ ശല്യം അധികമായി കാണുന്നത്. നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ, യാത്രക്കാരായ ഒരുപാട് ആളുകൾ ഈ ഭക്ഷണ സാധനങ്ങൾ, അതായത് ഈ ബിസ്ക്കറ്റ് മുതലായ ഭക്ഷണ സാധനങ്ങൾ ഈ നായകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന നായകൾ തന്നെ ആ കൊണ്ടുവരുന്ന ബിസ്ക്കറ്റുകളിൽ കഴിച്ചുകൊണ്ട് തന്നെ ഈ നായകൾ ഇവിടെ തന്നെ സഹവസിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്, തമ്പടിക്കുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ, അതായത് സമീപകാലത്തൊന്നും ആക്രമണ സ്വഭാവമുള്ള അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപകട കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഈ KSRTC പരിസരത്തുള്ള ആളുകൾ പറയുന്നത്. പക്ഷേങ്കിൽ ഈ നായകളെ കാണുന്ന സമയത്ത് എല്ലാവർക്കും പേടി തന്നെയാണ്, ഭയാനകം തന്നെയാണ് ഈ തെരുവ് നായകൾ എന്ന് പറയുന്നത്. നിരവധി ഈ ഒരു കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നു. വിദ്യാർത്ഥികളടക്കം പ്രായമായവരടക്കം ആശ്രയിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ് ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു നായകളെ കാണുന്ന സമയത്ത് അങ്ങനെ പേടിയുണ്ട്. ചേട്ടാ, എന്താണ് തെരുവുനായകൾ ഒരുപാടുണ്ടെന്ന് കേൾക്കുന്നു. ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അധികമായി കാണുന്നത്? അതെ, കൂടുതലായിട്ട് ഇവിടെ ഭയങ്കര ഉണ്ടാവും. വൈകുന്നേരം നേരത്തെ ഇത് സമ്മേളനം തന്നെ നായ്ക്കളുടെ. പിന്നെ നായ്കൾ എന്ത് ചെയ്യുമ്പോൾ അവിടെ ടോയ്ലറ്റ് ചെയ്തിരിക്കും. നമ്മൾക്കാണ് രാവിലെ വന്നിട്ട് അതിൻ്റെ ഒരു പണി. പിന്നെ ആരെങ്കിലും പുതിയ ആൾക്കാർ വന്നാൽ അവരെ വേഷങ്ങളെ കാണുമ്പോൾ അത് കുറച്ചോണോ ഇതായിക്കോണോ അല്ല കുറേ കൂട്ടം കൂടിക്കൊണ്ടിരിക്കും. അടുത്ത കാലത്ത് എന്തെങ്കിലും ആക്രമണങ്ങൾ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ അക്രമങ്ങളിട്ട് അങ്ങനെ ഒന്നും നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഒരു 6 മണി 7 മണിയാകുമ്പോൾ കൂട്ടിയിട്ട് പോകും. പിന്നെയാണ് നായകളുടെ ശല്യം കൂടുന്നത് ഇവിടെ. അപ്പോൾ ബാക്കി സമയത്ത് ഇവർ സ്വീപ്പർമാരൊക്കെ ഒന്നിച്ചിട്ട് ഒരു 2-3-4 നായകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ്, വേറെ ഇതൊന്നുമില്ല. എന്തായാലും ഈ ലോട്ടറി കടക്കാരുടെ ഉൾപ്പെടെയുള്ള ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ പറയുന്നത് ഇവർക്കെല്ലാം ഈ ഒരു നായകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തെരുവ് നായകൾ എന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. KSRTC ബസ്സിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന നായയെ നമ്മൾ കാണുന്നുണ്ട്. അർച്ചന, സൂക്ഷിച്ചൊക്കെ പോയാൽ മതി. അതുവഴി നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനെയും നമ്മുടെ സാരഥിയെയും ഒക്കെ ഈ ക്രിസ്മസ് ദിനത്തിൽ നായകളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കേണ്ട.